ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ നമ്മുടെ ഡെസ്റ്റിന 2025 കുറിച്ചൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ വരാൻ പോകുന്ന മെയ് 16th 17th ആണ് ഈ ട്രിവാൻഡ്രത്ത് വെച്ച് ഹോട്ടൽ റെസിഡൻസി ടവറിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ലൈവ് 5 സ്പീക്കേഴ്സ് ഉണ്ട്, ഒരു ലൈവ് ട്രേഡിംഗ് സെഷൻ ഉണ്ട്, ലൈവ് സ്കാൽപ്പിംഗ് മെത്തേഡ്സ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരും. 5 സെഷൻസ് ഇൻക്ലൂഡഡ് ആണ്. മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചും സൈക്കോളജിയെ കുറിച്ചും AI ഇൻ ട്രേഡിങ്ങിനെ കുറിച്ചും പിന്നെ ആലിസ് ബ്ലൂവിൻ്റെ ആപ്പിനെ കുറിച്ചും ഇൻ്റഗ്രേഷൻ്റെ ആൽഗോ ഇൻ്റഗ്രേഷൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ ഗോ ചാർട്ടിങ്ങിൻ്റെ ഓർഡർ ഫ്ലോ സെറ്റിങ്സും ഗോ ചാർട്ടിങ്ങിൻ്റെ ഓർഡർ ഫ്ലോയെ കുറിച്ചുള്ള ഒരു ക്ലാസ്സും അങ്ങനെ 5 ക്ലാസ് സെഷനായിട്ട് കൊണ്ട് മാർക്കറ്റ് 2 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ ഏറ്റവും വലിയ പ്രശസ്ത ട്രേഡറായ ഷിജുമോൻ ആൻ്റണി പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഞാനതിലുണ്ട്. മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ച് സ്കാൽപ്പ് ചെയ്ത് കാണിക്കാനും നമ്മൾ ട്രേഡ് എടുക്കാനും ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാനുണ്ട് സെഷൻ എടുക്കാനുണ്ട്. പിന്നെ നമ്മുടെ ആലീസ് ബ്ലൂവിൻ്റെ അനിൽകുമാറുണ്ട്. പിന്നെ ട്രേഡ് ടോക്സ് സുനിൽ മത്തായി ഉണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഗോ ചാർട്ടിങ്ങിൻ്റെ അംഗദ് മുദ്ദ എന്ന് പറഞ്ഞ ഗോ ചാർട്ടിങ്ങിൻ്റെ ഹെഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും പേര് അടങ്ങിയ ഒരു 5 സ്പീക്കേഴ്സാണ് ഈ ഒരു ഡെസ്റ്റിന ട്രേഡേഴ്സിൻ്റെ 2025 വരുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1 month ലൈവ് ഗൂഗിൾ മീറ്റിൽ വഴി ഓർഡർ ഫ്ലോയും മാർക്കറ്റ് പ്രൊഫൈലും വെച്ചുള്ള സ്കാൽപ്പിംഗ് ട്രേഡ്സിൻ്റെ ലൈവ് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. മാർക്കറ്റ് ടൈമിൽ കയറാം, നമുക്ക് ഒരുമിച്ച് നിന്ന് ട്രേഡ് ചെയ്യാം. അതിൻ്റെ കൂടാതെ ഗോ ചാർട്ടിങ്ങിൻ്റെ പ്ലാറ്റ്ഫോം 20% മന്ത്ലി ഓഫിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു ആഡ് ഓൺ ഫിഗേഴ്സാണ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നത് ഈ ഒരു ഈവൻറ്റിനെ കുറിച്ച്. സോ ഇപ്പോൾ യൂട്യൂബിൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് ലിമിറ്റഡ് ആയിട്ടൊരു ഓഫർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അത് കൊടുത്തിട്ടുണ്ട്. അതായത് 3499 പാക്ക് അത് ആ ഒരു എന്താണ് ഈവൻറ്റിൻ്റെ ഫീ നിങ്ങൾക്ക് 1999 അതായത് 1999 2000 രൂപയ്ക്ക് 1 രൂപ കുറവ് 1999 രൂപയ്ക്ക് നിങ്ങൾക്കത് ഈവൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ 10 സീറ്റേ മാറ്റി വെച്ചിട്ടുള്ളൂ. ഇനി ഒരു 5 സീറ്റും കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. സോ അത് നിങ്ങൾ ഫില്ല് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ആ ഈവൻറ്റിൽ പങ്കെടുക്കാം. ഒരു മാസത്തെ ലൈവ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ലൈവ് ട്രേഡിംഗ് ചെയ്യാം. നിങ്ങൾ മുടക്കിയ കോസ്റ്റ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനുള്ള സെറ്റപ്പും ട്രേഡ്സിലൊക്കെ ഞാൻ പറഞ്ഞു തരും. നിങ്ങളത് അതേപോലെ ഫോളോ ചെയ്യുക. നിങ്ങൾക്കറിയാമായിരിക്കും മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ട്രേഡ് സെറ്റപ്പ് വർഷങ്ങളായി യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ടെൻഷനോ ആ കാര്യങ്ങളൊന്നും വേണ്ട. കൂടാതെ ആകെപ്പാടെ നമ്മൾ 50 തൊട്ട് 60 പേര് മാത്രമേ മാക്സിമം ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് ഇത് പ്ലാൻ ചെയ്തത് കൊണ്ട് എല്ലാവർക്കും സ്പീക്കേഴ്സുമായിട്ടും പാർട്ടിസിപ്പൻസുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ വേണമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ലിമിറ്റഡ് സീറ്റ്സ് വെച്ചുള്ള ഒരു ട്രേഡേഴ്സ് സമ്മിറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഓൾമോസ്റ്റ് സീറ്റ് ഫില്ലായി കഴിഞ്ഞിരിക്കുന്നു. സോ നമുക്കിനി മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വ്യൂവിലേക്ക് പോകാം. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെ വലിയ രീതിയിലുള്ള ന്യൂസൊന്നും വന്നിട്ടില്ല. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഒരു 17 ഏപ്രിലിന് ശേഷം, അതായത് 17-ാം തീയതി ഏപ്രിലിന് ശേഷം നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു കൃത്യമായ 2 ആഴ്ചയായിട്ട് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും പെർഫെക്റ്റ് ഒരു ബാലൻസ് മോഡ് മെയിൻറ്റെയിൻ ചെയ്താണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർക്കറ്റിൽ ഇന്ത്യ പാക്കിൻ്റെ യുദ്ധത്തിൻ്റെ ഒരു പ്രതീതി മാർക്കറ്റിലുണ്ട്. 9-ാം തീയതിക്ക് ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിക്കുമെന്ന് പറയുന്നു. ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്കിതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. കാരണം ഇതൊന്നും കാരണം നമ്മളല്ലല്ലോ ഇത് ആക്രമിക്കാൻ ഉത്തരവ് കൊടുക്കുന്നതിൽ നമ്മളല്ല, നമ്മൾ കോമൺ മാനാണ്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിൻ്റെ ലെവൽസിനെ മാർക്ക് ചെയ്തതിന് ശേഷം അതിനെ വച്ച് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ ട്രേഡിങ് ചെയ്യുവാണെങ്കിൽ നമുക്കതിൽ ആ ഒരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ യുദ്ധം വരാതിരിക്കാൻ പാടില്ല, യുദ്ധം വരാൻ പാടില്ല. എന്നിരുന്നാൽ കൂടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഈ മാർക്കറ്റ് പ്രൊഫൈലിലെ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സോ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ലെവൽസ്. നിഫ്റ്റി നിങ്ങൾ ആദ്യം നോക്കിയ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ കഴിഞ്ഞ ഏപ്രിൽ 17-ന്റെ പ്രൊഫൈലിന് ശേഷം നിങ്ങൾ നോക്കിയ 1, 2, 3, 4, 5, 6, 7, 8, 9 ദിവസമായിട്ട് നമ്മളെ ബാങ്ക് നിഫ്റ്റി ഒരു പെർഫെക്റ്റ് റേഞ്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്രൊഫൈലിനെ ഒന്ന് മെർജ് ചെയ്ത് ഞാനൊന്ന് നോക്കാണ്. കാരണം വേറെ ഒന്നും വേണ്ടിയിട്ടില്ല, ഈ മെർജ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ മാർക്കറ്റിൽ എന്താണ് ഇത് നമ്മൾ വ്യക്തമായി നമുക്ക് അറിയാൻ പറ്റുള്ളൂ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു, ഏത് സൈഡിലേക്ക് മാർക്കറ്റ് പോകുന്നു. നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ പ്രൊഫൈലിനെ ഒന്ന് മെർജ് ചെയ്ത് നോക്കണം. വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, നമുക്ക്
വ്യക്തമായ രീതിയിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടാനും മാർക്കറ്റ് റേഞ്ച് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഫൈലിനെ മെർജ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, 17 ഏപ്രിലിൽ മാർക്കറ്റ് കയറി 54,400 പഴയ ഹൈ അടിച്ചു. ആ ഒരു പഴയ ഹൈക്ക് മുകളിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 55,000 നിങ്ങൾ നോക്കിയാൽ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പം 55,674നും 55,075നും ഇടയ്ക്കാണ് ബാങ്ക് നിഫ്റ്റി സ്പോട്ട്. വ്യക്തമായി പറയുകയാണെങ്കിൽ 600 പോയിന്റിൻ്റെ ഒരു സ്പോട്ട് റേഞ്ചാണ് കഴിഞ്ഞ കുറേ ദിവസമായി നിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 55,054 താഴെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജസ്റ്റ് ആ വാല്യൂ ഏരിയ ലോ പൊട്ടിയാണ് മാർക്കറ്റ് വ്യക്തമായ രീതിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ബ്രിമ്മിൽ നിൽക്കണേ, കയ്യാലപ്പുറത്തെ തേങ്ങ നിൽക്കുന്നത് പോലെ ഇപ്പോൾ വേണോ വീഴാൻ, അല്ലെങ്കിൽ തിരിച്ച് കയറിയാൽ അതേപോലെ രീതിയിൽ മാർക്കറ്റ് പോകാനുള്ള ചാൻസും വളരെയധികം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു രീതിയിലാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ഇപ്പോൾ ഗോ ചാർട്ടിങ്ങിൽ ഇത് ഇല്ല, നമ്മുടെ ഏതാണ് നമ്മുടെ ഈ ഗിഫ്റ്റ് നിഫ്റ്റിനെ കുറിച്ചുള്ള അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗോ ചാർട്ടിങ് അത് കാണിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ വെള്ളിയാഴ്ച ഇന്നലെ രാത്രി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,532 ഭാഗത്ത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് 400 പോയിന്റും 132 പോയിന്റ് ഗ്യാപ്പിലാണ് ഇപ്പം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് നിങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ അമേരിക്ക മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ കയറിപ്പോയി. അത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ നമുക്കറിയാം, അമേരിക്ക മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. കൃത്യമായി നോക്കുകയാണെങ്കിൽ അമേരിക്ക മാർക്കറ്റ് 1%-നും 1.5% കയറിയിട്ടുണ്ട്. നാസ്ഡാക്ക് 1.5%, S&P മിനി 1.5%. ചുരുക്കി പറഞ്ഞാൽ 1.5% അമേരിക്ക മാർക്കറ്റ് അപ്പിലാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി ആ ഒരു മൂവ്മെന്റ് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണിച്ചിട്ടുണ്ട്. 24,532 ഭാഗത്താണ്, 132 പോയിന്റ് ഗ്യാപ്പിലാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. സോ നാളെ നമ്മളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമെങ്കിൽ തിരിച്ച് ഒരു നമ്മുടെ POC വന്നിരിക്കുന്ന 55,000. ഒരു കാര്യം ഓർത്തുകൊള്ളുക, മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് റൂളാണ് 80% ഉള്ളതായി. നമ്മളൊരു റേഞ്ചിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുമെങ്കിൽ വാല്യൂ ഏരിയ ലോയ്ക്കകത്ത് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് POCയുടെ ഭാഗത്തേക്കും, അതിന് മുകളിൽ നിന്നാൽ വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്കും ബസ് ഷട്ടിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ താഴെ നിൽക്കുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി POC വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ ഒരു റേഞ്ച് ബാലൻസ് ചെയ്താലുള്ള ചാൻസാണ് 80% റൂൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈലിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു ട്രേഡ് സെറ്റപ്പ് വെച്ച് ആക്റ്റീവ് ആണ്. അപ്പോൾ റേഞ്ച് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പെടുന്ന ട്രേഡ് സെറ്റപ്പാണ്. നമ്മളത് ഇവിടെ ലൈവ് മാർക്കറ്റിലൊക്കെ നമ്മളവിടെ യൂസ് ചെയ്യാറുണ്ട്. സോ നമുക്ക് നോക്കേണ്ടത് 55,000 എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് സോണിൻ്റെ ഭാഗത്താണ് സ്പോട്ട് നിൽക്കുന്നത്. ഈ 55,000 മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ ഹെവി സെല്ലിങ്ങിലേക്കുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടെ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ POC എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾ ആ റേഞ്ച് POC നിൽക്കുന്നത് 55,375. ഞാൻ ആ POCയിൽ ഒന്ന് മാറ്റി 55,375 ഭാഗത്തേക്ക് ആ POCയെ കൊണ്ടുവന്നു. 55,370 നമ്മളെ POC. നമ്മളെ ബുള്ളിഷ് റെഫറൻസ് ഞാനൊന്ന് മാറ്റി 55,675 മുകളിലേക്ക്, അതായത് നമ്മളെ ഈ വാല്യൂവിൻ്റെ ഹൈക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ചർച്ച ചെയ്യും. അപ്പോൾ 55,675 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. നമ്മൾ ബെയറിഷ് റെഫറൻസ് എത്രയാക്കി മാറ്റി 55,000 താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മാർക്കറ്റ് ഒരു സെല്ലിങ്ങിൻ്റെ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ എൻ്റെ ബെയറിഷ് റെഫറൻസ് എടുക്കുന്നത്. അപ്പോൾ 55,000 ആണ്, എത്രയാണ് 55,000 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസും 55,675 എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. ഇനി നമുക്ക് നോക്കേണ്ടത് 55,605 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പോകും നോക്കണം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 55,900 ഭാഗത്തേക്കായിരിക്കും ഫസ്റ്റ് പറഞ്ഞത്. അപ്പം നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,900 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്, R1. അതിന് മുകളിൽ R2 എന്ന് പറയുമ്പോൾ 56,138 എന്ന് പറഞ്ഞാൽ പഴയ ഒരു ഹൈ, നമ്മളെ അന്ന് വന്ന ഹൈ 56,138 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 55,675 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ഡിസിസീവായ ഒരു ബ്രേക്കൗട്ട് മുകളിലേക്ക് വരാനും, അത് 55,900 ഭാഗത്തേക്കും 56,138 56,138 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി 55,000 പൊട്ടുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 55,000 പൊട്ടുകയാണെങ്കിൽ 54,840 54,840 ഭാഗത്തേക്ക് പോവാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 54,840 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാം. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള S1. അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ 55,530 ഭാഗത്തേക്ക്, സെക്കൻഡ് ടേമിന് 55,530 54,530 ഭാഗത്തേക്ക് വരാനും ചാൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും താഴേക്ക് ഇറങ്ങി ഈ ഒരു ഏരിയയുടെ ഭാഗത്ത് കിടന്ന് കളിക്കാനുള്ള ചാൻസ് ആയിരിക്കും ഭയങ്കര വലിയ കൂടുതലായി ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ അതൊന്ന് ഓർത്തോളൂ. എന്താണ് മാർക്കറ്റ് 55,100നും 55,675 നിൽക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് കിടന്ന് ഒരു ബസ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതലാണ്. 55,665 75 എത്തുമ്പോൾ സെല്ല് ചെയ്യുക, താഴേക്ക് വീണ്ടും വാങ്ങുക, അല്ലെങ്കിൽ താഴെ നിന്ന് വാങ്ങിച്ച് മുകളിൽ കൊണ്ടിരിക്കുക. അങ്ങനെ ഇങ്ങനെ പോയി റൊട്ടേഷൻ ആയിരിക്കും മാർക്കറ്റ് ബുള്ളിഷിനും ബെയറിഷിനും ഇടയ്ക്ക് കിടന്ന് കളിക്കുമ്പോഴുള്ള ചാൻസ് മാർക്കറ്റിൽ കാണുന്നുള്ളൂ.
ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ കേസ്. നിഫ്റ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിഫ്റ്റി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു റേഞ്ച് നിഫ്റ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിഫ്റ്റി പോകും. ഞാൻ ഈ നിഫ്റ്റിയുടെ കൃത്യമായി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഞാൻ ഈ പ്രൊഫൈലൊക്കെ ഒന്ന് മെർജ് ചെയ്യാം. വേറെ ഒന്നും പറ്റില്ല. നിഫ്റ്റിയുടെ വ്യക്തമായ ഒരു ലെവൽ അറിയാൻ വേണ്ടി ഞാൻ ഈ പ്രൊഫൈൽ മെർജ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ നിങ്ങൾക്കൊന്നും മനസ്സിലാകാൻ പറ്റില്ല. സോ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ഒരു അപ്പർ ലോവർ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ കിടന്നാൽ കളിയാം. സോ ഇവിടെ ഈ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്തു, അതിന് മുകളിൽ ഒരു POC മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ നിൽക്കാം. നിഫ്റ്റി ചുരുക്കി പറഞ്ഞ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 24,184 താഴെ മാത്രം, ഈ ലോയ്ക്ക് താഴെ മാത്രമേ നിഫ്റ്റിയിൽ ഒരു സെല്ലിനെ കുറിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബെയറിഷ് ഷഫൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നിഫ്റ്റി സ്പോട്ടിൽ 24,184 താഴെ മാത്രമേ ബെയറിഷ് ഷഫൽസ് വരുള്ളൂ. നമ്മുടെ ഈ റേഞ്ച് POC വന്നേക്കണം നിഫ്റ്റിയിൽ 24,300 എത്രയാണ്, 24,350 ആണ് നമ്മുടെ റേഞ്ച് POC. അത് കറക്റ്റാണ്, മാറ്റിയിട്ടില്ല. 24,350 ആണ് ബുള്ളിഷ് അവർ. ഇനി നമ്മുടെ ബുള്ളിഷ് ഓഫർ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളുക, 24,465 മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച്. ഇപ്പം എത്രയാണ്, 24,465 സ്പോട്ട് 24,465 മുകളിൽ മാത്രമേ സ്പോട്ടിൽ ഒരു ബൈയിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ബൈയിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പുതിയ മൂവ്മെൻറ്റ് തരണം. അങ്ങനെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോവാം? മാർക്കറ്റിനെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,548. ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 24,548. 24,548 ഭാഗത്തേക്ക് പോവാം ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ വ്യക്തമായി ഓർത്തോളുക 24,000 അടുത്ത് നിൽക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഈ സിംഗിൾ പ്രിൻ്റായ 24,623. സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ 24,623 ഭാഗത്തേക്കും പോകാനുള്ള 24,623 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ആക്കി കാണും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആ ബുള്ളിഷ് മൂവ്മെൻറ്റ് എവിടെയാണ്? 24,460 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 548 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,623 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് നമുക്ക് നോക്കേണ്ടത് താഴേക്കാകുമ്പോൾ എന്തായാലും ഫസ്റ്റ് ടാർഗറ്റാണ്. ഫസ്റ്റ് ടാർഗറ്റ് 24,093 ഭാഗം 92 അതാണ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. 24,094 24,092 നമ്മൾ എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു, ഫസ്റ്റ് ടാർഗറ്റ്. അതിന് താഴെ നമ്മളെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്ത എവിടെ വരും? കൃത്യമായി പറയുകയാണെങ്കിൽ 23,989. എത്രയാണ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം? 24,000 24,000 എന്ന് പറഞ്ഞാൽ ആ റൗണ്ട് ഫിഗറിൻ്റെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 23,184 പൊട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? സെല്ലിൻ്റെ ഭാഗത്തേക്ക് എടുക്കാം. 24,465 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഏതെടുക്കാം? ബുള്ളിഷ് മൂവ്മെൻറ്റിൻ്റെ ഭാഗത്തേക്ക്, ബൈയുടെ ഭാഗത്തേക്ക് എടുക്കാനുള്ള ഒരു ചാൻസാണ് മാർക്കറ്റിൽ വ്യക്തമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതാണ് നിഫ്റ്റിയെക്കുറിച്ചുള്ള ഇതും. ഇപ്പോൾ ചാനൽ കാണാൻ മറക്കല്ലേ, ചാനൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ട്രേഡിംഗ് പ്രൊഫഷൻ അയച്ചു കൊടുക്കുക. ഞാൻ വ്യക്തമായിട്ട് രീതിയിലാണ് ഇത് വ്യക്തമായ ഒരു ലെവൽ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തരുന്നത്. ഒരു 5 മിനിറ്റ്സിൻ്റെ ഒരു ചാർട്ട് എടുത്ത് അതിനെ വെച്ച് ലെവൽ നോക്കിയിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന രീതിക്ക് വെച്ച് നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യുക. എങ്ങനെ ഈ ലെവൽ ട്രേഡിംഗ് ചെയ്യണമെന്നുള്ളൊരു വീഡിയോ എൻ്റെ ഒരു മാസത്തിനകത്തുള്ള വീഡിയോയിലേക്ക് കൃത്യമായിട്ട് കിടപ്പുണ്ട്. അത് നിങ്ങൾ കാണുക. അത് കണ്ടതിന് ശേഷം അത് വ്യക്തമായ രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഡെസ്റ്റിന 2025 രജിസ്റ്റർ ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ച് പഠിക്കാനും സ്കാൽപ്പിംഗ് പഠിക്കാനും വലിയ വലിയ ട്രേഡേഴ്സുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ചെയ്ത് നടക്കുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ഹാപ്പി സൺഡേ ടു ആൾ ഓഫ് യു.